ഒരാഴ്ചയ്ക്ക് ശേഷം ഇപ്പച്ചി എത്തുന്നതും പെരുന്നാളിൻ്റെ സമയത്ത് തന്നെയാണ് കേട്ടോ. ഇപ്പച്ചി വരുമ്പോൾ നല്ല ചക്ക ചിപ്സ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഈത്തപ്പഴം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമുക്ക് ഉൽഹിയത്തിൻ്റെ ഇറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നത്. വലിയൊരുന്നാൾ എന്ന് പറഞ്ഞാൽ മെയിൻ അതാണല്ലോ. പിന്നെ ഇപ്പച്ചി വരുമ്പോൾ നല്ല ഓർഗാനിക് 2 കൈതച്ചക്കകൾ കൊണ്ടു തന്നു. ഇത് കൊടുത്തു വിട്ട കാക്ക പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാനുള്ളതാണ്. ഇത് മൊത്തം ഞങ്ങൾ കുട്ടികൾ ഇരുന്നിട്ടാണ് തിന്നേണ്ടത്. പിന്നെ നല്ല ഇലയട കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഉപ്പാക്ക് അവിടുന്ന് രാവിലെ ഉണ്ടാക്കി കൊടുത്ത ഒരു ഇലയടയായിരുന്നു. നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നേനു. അങ്ങനെ ഉപ്പാനോട് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. വൈകുന്നേരം വെയിലൊക്കെ ആറിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നേരെ തറവാട്ടിലൊക്കെ ഒന്ന് പോയി വരാനായിട്ട് ഇറങ്ങി. പെരുന്നാളാണല്ലോ. ഉപ്പച്ചി വരാൻ എന്തായാലും ഉച്ചയാവും എത്താൻ. പിന്നെ ഉപ്പച്ചി ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ വൈകുന്നേരം ആകും. ആ സമയത്താണ് ഞങ്ങൾ പിന്നെ അമ്മായിൻ്റെ കൂടെയും തറവാട്ടിലൊക്കെ പോകാനായിട്ട് ഇറങ്ങുക. തറവാട്ടിൽ പോയി കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ വാപ്പാനെയും കൂടെ കൂട്ടിയിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത്. നല്ല ഉറക്കക്ഷീണുണ്ട്. കാരണം രാവിലെ തൊട്ട് ഇങ്ങനെ ബിരിയാണി പായസമൊക്കെ തിന്നുകൊണ്ട് എന്താണെന്നറിയില്ല നല്ലൊരു ഉറക്കം വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം വാപ്പാനോട് കത്തിയൊക്കെ അടിച്ച് അങ്ങനെ ഇരുന്ന്